അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ നോക്കിക്കോ, നിന്ന് കത്തും. രണ്ടെണ്ണത്തിനെയും ഇന്ന് ചെവിക്ക് പിടിച്ച് പുറത്ത് കളയും എന്ന് വിചാരിച്ചിരിക്കുവാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓൾറെഡി ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ നെവിനും ഷാനവാസുമായിട്ടുള്ള പ്രശ്നം പുറത്ത് ഭയങ്കര ചർച്ചയാണ്. ഇന്ന് ബിഗ് ബോസ് വീട് കത്തും എന്നൊക്കെയാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്, പറഞ്ഞിരുന്നത്. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ന് ലാലേട്ടൻ വരും, നെവിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും പറയും, മക്കളെ നിങ്ങൾ സന്തോഷമായിട്ട് നല്ലതുപോലെ നിങ്ങൾ ഹാപ്പിയായിട്ട് ഗെയിം കളിക്കൂ. നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത്? ഗെയിം കളിക്കാനല്ലേ, മൈൻഡ് ഗെയിം കളിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തും. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് ബിഗ് ബോസ് കത്തുമെങ്കിൽ ഓൾറെഡി കത്തുന്ന പ്രൊമോയൊക്കെ എപ്പോഴേ വന്നു കഴിഞ്ഞേനെ. അപ്പോൾ ഇന്ന് അത് അങ്ങനെ ഒരു കത്തലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു തണുത്ത ഓലപ്പടക്കം പോലുള്ളൊരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയം ഭയങ്കര ഇത് പ്രശ്നമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നെവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നെവിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നെവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്ത കുറച്ച് ആൾക്കാർ, കുറച്ച് ഗാങ്സ്, റിയാസിനെ പോലുള്ള വിവരമില്ലാത്ത കുറച്ച് ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ പ്രശ്നമാക്കും. ഞങ്ങളൊക്കെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണോ, ഇതിനു വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ, നമ്മളെയൊക്കെ ഒന്നടങ്കം ആക്ഷേപിച്ചു, ഈ പ്രോഗ്രസീവ് ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആയിട്ട് നമ്മളെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് റിയാസ് ഒരു മടലും ഒരു മറ്റേ ബോർഡും പിടിച്ചുകൊണ്ട് ഇറങ്ങും. അതിലൊരു സംശയമില്ല, ബോർഡിനകത്ത് എഴുതി വെച്ചുകൊണ്ട് ഇറങ്ങും, സമരം ചെയ്തുകൊണ്ട്. പിന്നെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ഉണ്ട് സമൂഹത്തിൽ. ഇപ്പം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെവിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിറ്റി രംഗത്ത് വരും. ഈ നെവിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഷാനവാസിനുണ്ടായ അനുഭവങ്ങൾ, ഇപ്പം നെവിൻ്റെ ഭാഗത്തുനിന്ന് ഷാനവാസിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു കാര്യം, ഇത് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനി ഉറക്കത്തിൽ ഇനി മുള്ളേ പിച്ചേ മാന്ത എന്തോ ചെയ്തെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ഇങ്ങനെ നമുക്ക് ഇതാണ് നമ്മളെ ചിന്തയിൽ വരുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ നമുക്കത് എന്താണെന്ന് അറിയത്തില്ല. അറിയാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. ഇവിടെ പിന്നെ ലൈവിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നെവിൻ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും കൈയിട്ട് മാന്തുന്നതും തോണ്ടിക്കളയുന്നതും എല്ലാം നമുക്കറിയാം. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം, അത്രയും നമുക്ക് പറ്റും. അല്ലാതെ കാണാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഷാനവാസിനെ അറിയാവൂ ഈ നെവിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് കുത്തിക്കഴപ്പാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഷാനവാസിനെ അറിയാവൂ. അപ്പം ഈ നെവിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ പബ്ലിക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ബസ്സിലും അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കുറച്ച് ടീംസിൻ്റെ കയ്യിൽ നിന്ന്, ഇപ്പം നെവിൻ ഇവിടെ കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. കുറ്റക്കാരനാണെന്നല്ല പറയുന്നത്. പക്ഷെ നെവിൻ്റെ അവിടുത്തെ ഒരു ഓവറായിട്ട് പുള്ളി എക്സ്പോസ് ചെയ്യുന്നത് അത് ശരിയല്ല. ടച്ച് ചെയ്യുന്നതും പെണ്ണുങ്ങളെ നടുക്കേറി കിടക്കുന്നതും ജിസേലിനെയൊക്കെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഷോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇല്ലേ, നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പം അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇപ്പം അവരവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ഇതൊരു ഷോയാണ്, അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഈ ഒരു വിഷയത്തിൽ നെവിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പബ്ലിക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന പിള്ളേരുൾപ്പെടെ വലിയ ആണുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വലിയവർ വരെ ഉണ്ട്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ സാധാരണപ്പെട്ട ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും. ഈ നെവിൻ കാണിച്ചത് അഹങ്കാരമാണ്. നമ്മളൊക്കെ ഇപ്പോൾ അതാണ് പറയുന്നത്. ഞാൻ ഉൾപ്പെടെ അതാണ് പറയുന്നത്. ഈ ഒരു ഷോയുടെ അകത്ത് ഈ നെവിൻ കാണിച്ചത്, ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഒരാളെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നത് അനുവാദമില്ലാതെ, ടച്ച് ചെയ്യല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ടച്ച് ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ 15 ദിവസം പോലും ഈ നെവിന് ജാമ്യമില്ലാതെ അകത്ത് കിടക്കാനുള്ള വകുപ്പ് വരെ അതിനകത്തുണ്ട്. ഒരാൾ അനുവാദമില്ലാതെ ബോഡിയിൽ സ്പർശിക്കുന്നത് അത് ഒരു സെക്ഷൽ അബ്യൂസായിട്ട് വേണേൽ നമുക്ക് എടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. ഒരാൾ അനുവാദമില്ലാതെ അയാളെ ബോഡി ചെന്ന് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, അങ്ങനെ ഓവറായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ടച്ച് ചെയ്യുക, അതൊന്നും എനിക്കിഷ്ടമല്ല. ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു ഒരു 99% ആൾക്കാർക്ക് ഇഷ്ടമല്ല.
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറ, നിങ്ങൾ പബ്ലിക്കിലൂടെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയാത്ത ഒരാൾ വന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ, തോളി കൈയിട്ട് കെട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുമോ? ഇല്ല, അവൻ്റെ ചെവുക്കല്ല അടിച്ചു പൊട്ടിക്കും. ഇനി അവനാണോ അവളാണോ ആരാണെങ്കിലും, അല്ലേ? അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു പ്രശ്നമാണ് ഷാനവാസിന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഷാനവാസ് ഇത് മാക്സിമം പറയാതെ കൊണ്ട് നടന്നു. എന്തിനാണ് ഇവനെ നാണം കെടുത്തുന്നത് ഓർത്തിട്ട് പറയാതെ കൊണ്ട് കടന്നു. ഈ നെവിനെ അത് സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നെവിന് ഉറപ്പായിട്ടും നെഗറ്റീവ് ഉണ്ടാക്കും. അപ്പം ഈ ഒരു വിഷയം ബിഗ് ബോസ് ടീം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ അത് അവിടെ അങ്ങ് സോൾവ് ചെയ്ത് തീർക്കും. പിന്നെ ആദിലെടുത്ത് ചോദിക്കും, മോളെ നിനക്ക് നാണമുണ്ടോ എളുപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഈ കാര്യങ്ങൾ അവിടെ എവിടെയും ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ആദിലെടുത്ത് ചോദിക്കും. അത്രയേ ഉള്ളൂ, വേറെ ആരത്തും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലായിടത്തും ചിലപ്പം ചോദിക്കും, നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിൽ കൂടുതൽ വലുതായിട്ടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഈ ഒരു കാര്യത്തിൽ. കാരണം ഇവരെ രണ്ടിനെതിരെയും സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നെവിൻ്റെ ഭാഗത്ത് നിന്നിട്ടും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല, ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ കിടക്കുവാണ് ബിഗ് ബോസ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർ തല പുകഞ്ഞിരുന്ന് ആലോചിച്ച് കാണും, ഇതിനെങ്ങനെ ഒരു നടപടി, എങ്ങനെ ഈ പണ്ടാരക്കാലം ഈ പണ്ടാര അടങ്ങിയവൻ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞു പറയുകയും ചെയ്തു, ഇതെനിക്ക് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് സംസാരിക്കുന്നത്. ആകെ സത്യം പറഞ്ഞാൽ ഇത് ഷോ ഡയറക്ടറാണ് പെട്ടുപോയത്. ഇവിടെ ആദില ഉണ്ടല്ലോ, ആദില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദില കളിക്കുന്ന ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ്. ഭയങ്കര ചീപ്പ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ആദില പെടും. ആദില ഷാനവാസിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുവാണെന്ന് ആദിലയ്ക്ക് കാര്യം മനസ്സിലായി. എനിക്ക് തോന്നുന്നു നൂറ കുറച്ച് കാര്യങ്ങളൊക്കെ ആദിലയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് നീ ഇപ്പം ഷാനവാസ് ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൂറ പറഞ്ഞിട്ടുമുണ്ട്. ഷാനവാസ് ഈ സ്റ്റാൻഡിൽ തന്നെ പുള്ളിക്കാരൻ ഉറച്ചു നിൽക്കുന്നു, അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് നൂറ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഈ ആദിലയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളത് ലൈവിലും എപ്പിസോഡിലും കാണാത്ത കുറച്ച് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഈ ആദിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെയാണ് ഈ ആദില, അത് റിയാസ് വരുന്ന എപ്പിസോഡിൽ ആദിലേക്ക് എന്തോ ഒരു ഇതായിട്ടാണ് നിന്നേന്നറിയോ. ആ ആദിലെ റിയാസ് പോയി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ മാറിച്ച് പോയിരുന്നിട്ട് ഡൗൺ ആയിട്ട് ചൊറിയും കുത്തിയിരുന്ന് ആലോചിക്കുന്ന ആദിലയാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുവാണ് ഇതിനി എങ്ങനെ. കാരണം ആദിലയ്ക്കറിയാം ഷാനവാസ് ഇത് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് ആദിലയാണെന്നറിയാം. കാരണം ആദിലയാണ് ഈ വിഷയം എടുത്തിട്ടതും ഷാനവാസിന് ഇതിനകത്ത് കുടുക്കിയെന്നും ആദിലയ്ക്കറിയാം. അതുകൊണ്ട് ഇവർ തമ്മിൽ, നൂറായും ആദിലയും തമ്മിൽ എന്തൊക്കെയോ പ്ലാനൊക്കെ നടന്നിട്ടുണ്ട്. എന്നിട്ട് ഷാനവാസുമായിട്ട് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഷാനവാസ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിവിടുത്തെ അനീഷുമായിട്ട് എനിക്കിത് സംസാരിക്കണം. കാരണം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള ഒരാളാണ് അനീഷുമായിട്ട് ഇതെനിക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. ശരിയാണ്, അനീഷ് ഷാനവാസിൻ്റെ കൂടെ കട്ടയ്ക്കാണ് നിന്നത്. സത്യം പറഞ്ഞാൽ ഷാനവാസ് ഒരു പാവമാണ് കേട്ടോ. പാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. കാരണം പുള്ളി എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് വരുന്ന ആൾക്കാരെ പുള്ളി കണ്ണടച്ച് വിശ്വസിച്ച് അവരെ പുള്ളിയുടെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഈ ഒരു വിഷയം വന്നിട്ടും പോലും ഈ ആദിലയും നൂറയും ഈ ആദില ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ട് പോലും അവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചത്. അതൊരു ക്വാളിറ്റിയാണ്, ഒരു മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാണിച്ചതും. അതുപോലെ ഇവരെ വിഷമം കണ്ടിട്ട് ഈ ഒരു വിഷയം അത്ര വലിയ വിഷയം, ഈ ഒരു പ്രശ്നം അത്ര വലിയ വിഷയമാക്കണമെന്നൊന്നും ഷാനവാസിന് ഇല്ല. അവിടെ ഷാനവാസ് അതാണ് പറയുന്നത്, ഇതെനിക്ക് അനീഷുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന്. കാരണം ഇവരെ കുരുതി കിട്ടു കൊടുക്കാൻ എന്നിട്ടും ഇത്രയും ആദില ഈ ഷാനവാസിനെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടും എല്ലാവരും മുമ്പിലും പിച്ചിക്കീറി തിന്നാൻ ഇട്ട് കൊടുത്തിട്ടും അപമാനിക്കപ്പെടാൻ ഇട്ട് കൊടുത്തിട്ടും ഷാനവാസിന് അവരോട് ഈ ആദിലോട് ഒരു വെറുപ്പുമില്ല കേട്ടോ. എന്നിട്ടും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാനവാസും പിന്നെ സംസാരിക്കുന്നത്. കാരണം ഷാനവാസിന് ഇതൊരു പ്രശ്നമാക്കണമെന്നൊന്നും പുള്ളിക്കാരൻ ചിന്തിച്ചു പോലും തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇന്നലെ നടന്നൊരു കോൺവെർസേഷനിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം. കാരണം ഈ ആദില പിന്നെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് കളിച്ച് ഷാനവാസിനെ വീണ്ടും ഇങ്ങനെ പുറകെ കൂടെ നടന്ന് കുത്തി റിയാസ് വന്ന സമയത്ത് റിയാസിന്റെ ചെവിയിൽ എന്തൊക്കെയോ ഓതി കൊടുത്തിട്ട് ഇവനും ഈ ആദിലയും കൂടെ ചേർന്നിട്ട് ഷാനവാസിനെ കൊണ്ട് അത്രയും പണി എടുപ്പിച്ചിട്ട് ആ മനുഷ്യനുണ്ടല്ലോ, ആ പണിയെല്ലാം നല്ല അന്തസ്സോടെയാണ് ചെയ്തത് അല്ലേ ആ വയ്യാത്ത മനുഷ്യൻ. സത്യം പറഞ്ഞാൽ ഷാനവാസൊക്കെ കയറി വന്നുണ്ടല്ലോ വേറൊരു ലെവല് ഗെയിമറാവും. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം നോമിനേഷനിൽ കൊണ്ടിട്ട് ഷാനവാസിനെ കുടുക്കിയത് ആദില തന്നെയാണ്, മനഃപൂർവ്വം ചെയ്ത വേലയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദിലയുടെ ഒരു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വെറും ഫേക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറും വെറും ബോറെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് തന്നെ രാവിലെ മറ്റേ ഈ അനീഷിനെ ചെന്നിട്ട് മണ്ടൻ എന്ന് വിളിക്കുന്നു.
ഇവർക്ക് എന്ത് യോഗ്യതയാണ്? അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട്, എന്നെ മണ്ടെന്ന് വിളിക്കാനുള്ള യോഗ്യത ആദിലയ്ക്ക് ഉണ്ടോ? അതിന് അർഹതയാണോ? അത്രയും ക്വാളിറ്റി ആദിലയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ്. സത്യം പറഞ്ഞാൽ അനീഷൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് ഈ അനീഷും ഷാനവാസൊക്കെ. സ്ത്രീകളോടും പുരുഷന്മാരോടും ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, ഏതൊക്കെ രീതിയിൽ സംസാരിക്കണമെന്ന് നല്ലപോലെ വ്യക്തമായിട്ട് അറിയാം. നല്ല പക്വതയോട് പെരുമാറുന്ന ഒരു മനുഷ്യന്മാരാണ് ഈ അനീഷും ഷാനവാസും. അവിടെ അഭിലാഷൊക്കെ നോക്കട്ടെ, എന്തുവാടെ അഭിലാഷൊക്കെ വിഷമാണ്. സോപ്പ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതുപോലെ സോപ്പ്, അവിടെയും പോയി സോപ്പിട്ട് പതപ്പിച്ച്, ഇവിടെയും പോയി സോപ്പിട്ട് പതപ്പിച്ച്, വിഷം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിഷമാണ് ഈ അഭിലാഷും അക്ബറൊക്കെ അല്ലേ. ഇന്നലെ ഷാനവാസ് അക്ബറിന്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ടായിരുന്ന, ആട്ടുംതോലിട്ട ചെന്നായി എന്ന്. കറക്റ്റ് കാര്യം തന്നെയാണ്. അക്ബറൊക്കെ ആണെങ്കിൽ ചെന്നായി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ചെന്നായേക്കാളും കഷ്ടമാണ്. അതുപോലെ ഇന്ന് രാവിലെ വേദലക്ഷ്മിയെ ഇറിറ്റേറ്റ് ചെയ്ത് കൊന്നു കളഞ്ഞു കേട്ടോ നമ്മുടെ അനീഷ്. മൈക്ക് മാറ്റാൻ ചെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സമയത്ത് ഇവരെല്ലാം കിടന്ന് ഉറങ്ങുക. അപ്പോൾ അനീഷിന് ഇറങ്ങി ചെന്നിട്ട് ഓരോരുത്തർ മൈക്ക് മാറ്റൂ. വേദലക്ഷ്മിയുടെ അവിടെ ചെന്നിട്ട് ഒരു 500 വട്ടം കിടന്ന് പറയുന്നുണ്ട്, വേദലക്ഷ്മി മൈക്ക് മാറ്റൂ, ലക്ഷ്മി മൈക്ക് മാറ്റൂ. ആദ്യം പേര് പറഞ്ഞില്ല, മൈക്ക് മാറ്റൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അനീഷ് ചോദിക്കുന്നതായിട്ട് ഇവരെ പേരെന്തുവാണ്. സത്യം പറഞ്ഞാൽ അനീഷ് നല്ലൊരു രസമാണ്, എൻ്റർടൈനറാണ്, കൊള്ളാം. പുള്ളിയുടെ ആ ഒരു ഗെയിം ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, സ്ട്രാറ്റജി കൊള്ളാം. ആൾക്കാരെ വെറുപ്പിച്ച് നിൽക്കുന്ന ഒരു സ്ട്രാറ്റജി. ഇതുകൊണ്ടായിരിക്കാം ഈ പ്രവീൺ ഉണ്ടല്ലോ വെളിയിറങ്ങിയിട്ട് അനീഷ് എന്തോ മൈക്ക് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അനീഷ് അവിടെ ആകെ ചെയ്യുന്നത് മൈക്ക് മാറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ പ്രവീൺ വെളിയിറങ്ങിയിട്ട് പറഞ്ഞൊരു ഇൻ്റർവ്യൂവിലുണ്ട്. അതുപോലെ ഈ പ്രവീൺ ഇറങ്ങിയിട്ട് മൊത്തം കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ അനീഷിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നലെ ഞാൻ ഒരു ഇൻ്റർവ്യൂ കണ്ടു, എന്തോ അനീഷ് മുളവാണ്, മുളവിൻ്റെ സ്വഭാവമാണ് അനീഷെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു പ്രവീണിനൊക്കെ ഈഗോ ആണ് കേട്ടോ. ഒരു കോമഡറായിട്ടൊരാൾ അവിടെ കയറി ചെന്നിട്ടുണ്ടല്ലോ, ഇത്രയും ദിവസം 50 ദിവസം നിന്ന് ജനപിന്തുണ നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടുന്ന് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാവർക്കും അനീഷിനോട് ഈഗോ ഉണ്ട്. എക്സ്പെഷ്യലി പ്രവീണിന് ഭയങ്കര ഈഗോ ആണ്. കൊടുക്കുന്ന ഇന്റർവ്യൂവിലെല്ലാം അനീഷിന് എതിരായിട്ടാണ് ഈ പ്രവീണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലെ കാര്യങ്ങളൊക്കെ നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള എന്തെങ്കിലും ഒരു IQവിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.